വെൽക്കം ബാക്ക് ടു ഷീസ് ഫ്ലേവേഴ്സ്. ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് വിന്താലു ആണ്. ഇന്ന് ബീഫ് വിന്താലു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ഡിഷാണ്. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബീഫ് 1 kg, നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ച ബീഫാണ്. ഇതിലേക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. സവാള, ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു ഫുൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അത് ചതച്ചത്, കറിവേപ്പില. ഇനി പൊടികൾ: കശ്മീരി ചില്ലി 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി സ്പൈസസ് ആണ്. സ്പൈസസ് അധികമൊന്നുമില്ല. ഇതിനകത്തേക്ക് ഏലക്ക, കുരുമുളക്, പട്ട, ഗ്രാമ്പൂ, ഇത്രയുമാണ് സ്പൈസസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. കുരുമുളകും കൂടി ചേർക്കുന്നതുകൊണ്ട് നല്ല എരിവുള്ളൊരു ഡിഷാണിത്, സ്പൈസി ആയിരിക്കും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് വിനീഗറാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. 1/2 കപ്പ് വിനീഗർ ചേർക്കും. ഇതെല്ലാം നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് പൊടികളും ചേർത്ത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പൊടികളുടെയൊക്കെ ഒരു പച്ചപ്പ് പോകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് അരച്ചെടുക്കണം. ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ടു. ഇതിലേക്ക് വിനീഗർ 1/2 കപ്പ് ഒഴിച്ചു, കൂടെ 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തു. അതുകൊണ്ട് മാത്രം അരയില്ല, അതുകൊണ്ട് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കർ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് സവാള ചേർത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല, ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാം. അതുകൂടി ഒന്ന് പച്ചമണം പോകുന്നവരെ വഴറ്റുക. എന്നിട്ട് ഇതിലേക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് വെച്ച മസാല അതിലേക്ക് ചേർക്കുക. ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർക്കാം. എന്നുവെച്ചാൽ ഇത്തിരി ഗ്രേവി ഉള്ള ഒരു കറിയായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്, ഒത്തിരി ഡ്രൈ അല്ല. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. ഇനി ഇതിലേക്ക് ബീഫ് ചേർത്ത് വേവിക്കാം. ബീഫെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായി ഇനി മൂടി വെച്ച് കുക്കറിൽ വേവിച്ചെടുക്കാം. 2 വിസിലടിക്കുമ്പോൾ ഓഫ് ചെയ്തിടുക. എന്നിട്ട് നോക്കിയിട്ട് പിന്നെ വേവിച്ചാൽ മതി, ചിലപ്പോൾ വേവ് കൂടിപ്പോവും. വെന്തോ നോക്കാം. ബീഫൊക്കെ വെന്തോന്ന് തോന്നുന്നു. എന്നാലിത് ഫുള്ള് വെള്ളമൊന്നും വറ്റിയിട്ടില്ല, വെള്ളമൊക്കെ നല്ലതായിട്ടുണ്ട്. ഒന്ന് ഇളക്കി നോക്കാം. ബീഫ് അത്രയ്ക്ക് വെന്തിട്ടില്ല, ഒരുപാടൊന്നും വെന്ത് പോയിട്ടില്ല. ഈ ഒരു പാകത്തിൽ ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ ഈ ചാറത്തിരി കുറുക്കിയെടുക്കാൻ വേണ്ടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെറുതെ കുക്കർ മൂടി വയ്ക്കാതെ തന്നെ തിളപ്പിക്കാം. വെന്തോന്ന് നോക്കട്ടെ. ഇത് നന്നായിട്ട് വെന്തിട്ടില്ല, കുറച്ചുകൂടി വേവാനുണ്ട്. ഒരു 1/4 വേവായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ ഇരുന്ന് തിളയ്ക്കട്ടെ. കണ്ടോ, ചാറൊക്കെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. കുറേ സമയം ഇങ്ങനെ ഇരുന്ന് തിളയ്ക്കുമ്പോൾ അതിന് ടേസ്റ്റും കൂടും. ചെറിയ തീയിലായിട്ട് വേവിക്കണം. അപ്പോൾ ഒരു 1/4 ഭാഗം വേവിൽ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ കുറച്ച് ചാറ് ഒത്തിരി വറ്റിച്ച് വേണമെങ്കിൽ കുറച്ചധികം സമയം വയ്ക്കുക. ഇത്തിരി ചാറ് വേണമെങ്കിൽ അതിൻ്റെ ഒരു അളവിൽ ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് 1/4 ടീസ്പൂൺ ഷുഗർ കൂടി ചേർക്കാം. ഇതെന്തിനാന്ന് വെച്ചാൽ
ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉപ്പും പുളിയും ഒക്കെ അല്ലേ ഇപ്പം മുന്നിൽ നിൽക്കുന്നത്, അപ്പോൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു കുറച്ച് ഷുഗർ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ വിന്താലു റെഡിയായി. അപ്പോൾ ബീഫ് വിന്താലു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ഡിഷാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്ന ഒരു നല്ലൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഹാവ് എ നൈസ് ഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.